എറണാകുളത്ത് വീണ്ടും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. എറണാകുളം ടൗൺ സ്വദേശിക്ക് 1,30,00,000 രൂപ നഷ്ടമായി. 1,06,00,000 രൂപ സൈബർ പോലീസ് പരാതി കിട്ടി മണിക്കൂറുകൾക്കകം തിരിച്ചു പിടിച്ചു. നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റലായിട്ട് ഇൻ്റർനെറ്റ് വഴിയോ ഓൺലൈനോ ആരെയും അറസ്റ്റ് ചെയ്യാൻ നിയമമില്ല, ആരും പണം കൊടുക്കരുത്. നമ്മുടെ മലയാളികളൊക്കെ ഇത്ര മണ്ടന്മാരാണോ? ഇനി കുറച്ചുകൂടെ നമ്മൾ കടുപ്പിക്കേണ്ട അവസ്ഥയാണ്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിപിനെ എന്താ വിപിനെ, ഇതൊരു വെള്ളരിക്കപ്പെടണോ? ഇത് ആൾക്കാർ ഈ കോടിയും കൊണ്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണോ തട്ടിച്ച് തരണമെന്ന് പറഞ്ഞിട്ട്? പറയൂ, വിവരങ്ങൾ പറയൂ. അതെ SKN, വെർച്വൽ അറസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല, അല്ലെങ്കിൽ അത് പാടില്ല, അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടും വീണ്ടും കൊച്ചിയിൽ അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു. 1,30,00,000 രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അതായത് 1-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ 6-ാം തീയതി വരെ, നവംബർ 6-ാം തീയതി വരെ നിരന്തരമായി വിളിക്കുകയും CBIയിൽ നിന്നാണ് എന്നാണ് ഇവരോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇവരുടെ കയ്യിലുള്ള ഒരു മൊബൈൽ നമ്പർ അത് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറയുകയും 48 മണിക്കൂർ ഇങ്ങനെ വെർച്വൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് നിങ്ങളുടെ എന്തൊക്കെ സ്വത്തുകളുണ്ട് ആ വിവരങ്ങളൊക്കെ കൈമാറണമെന്ന് പറയുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്രയും തുകയുണ്ട് അല്ലെങ്കിൽ പണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം 1,30,00,000 രൂപ ഇവർ പറയുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇങ്ങനെയാണ് ഏകദേശം 80 വയസ്സുള്ള ഒരു ഡോക്ടറാണ് ഈ തട്ടിപ്പിന് ഇരയായത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇങ്ങനെ 1,30,00,000 രൂപ നൽകിയ ഉടൻ തന്നെ അദ്ദേഹത്തിനെ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് തോന്നിയ ഉടൻ തന്നെ അദ്ദേഹം 1930 എന്നുള്ള സൈബർ പോലീസിന്റെ നമ്പറിൽ കൃത്യമായിട്ട് ആ വിവരം അറിയിച്ചു. അതൊരു ഗോൾഡൻ അവർ ആയിരുന്നു. അതായത് തട്ടിപ്പിനിരയായി എത്രയും വേഗം അറിയിക്കുക എന്നുള്ളതാണ് ഈ ഗോൾഡൻ അവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉടൻ തന്നെ സൈബർ പോലീസ് ഇതിൽ ഉണർന്നു പ്രവർത്തിക്കുകയും അതിൽ 1,06,00,000 രൂപ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നഷ്ടമായ ഒരു തുകയിൽ ഇത്ര വലിയൊരു തുക തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് സൈബർ പോലീസിന് ഒരു വലിയ നേട്ടമായി. ഒരുപക്ഷെ അത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ സജീവമായിട്ടുള്ള അന്വേഷണമൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും പറയുന്നു, ഇങ്ങനെ വെർച്വൽ അറസ്റ്റ് എന്നുള്ളത് നിയമപരമായിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. പക്ഷേ വീണ്ടും അതിൽ തട്ടിപ്പിനിരയായിരിക്കുന്നു. പ്രധാനമായും ഇന്ന് രാവിലെ ഫോർട്ട് കൊച്ചി മേഖലയിലും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഏകദേശം 70 വയസ്സിന് മുകളിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ്. അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെയൊക്കെ സോഴ്സ് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ വിളിക്കുകയും നിങ്ങൾ അറസ്റ്റിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പല വിധത്തിലുള്ള വഴികളും ഇപ്പോൾ രാവിലെ മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത്. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾ എവിടെ നിന്നാണ് ഫോൺ ചെയ്തതെന്ന് മനസ്സിലായോ? നിലവിലത് മനസ്സിലായിട്ടില്ല. കാരണം പല നമ്പറുകളിൽ നിന്ന് വീഡിയോ കോളായിട്ടും വാട്സപ്പിലും അവരെ വിളിച്ച നമ്പറുമുണ്ട്. ഇതൊക്കെ തന്നെ പല പല നമ്പറുകളാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു അക്കൗണ്ട് നമ്പർ മാത്രമാണ് അത്, കേരളത്തിന് പുറത്തുള്ള ഒരു അക്കൗണ്ട് നമ്പർ ആണെന്നുള്ളത് മാത്രമാണ്. ആദ്യഘട്ടത്തിൽ ആ അക്കൗണ്ടിലേക്ക് പണം പോയ ഉടൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സൈബർ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അത് തിരിച്ചുപിടിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോ കോൾ വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറയുകയും ഇദ്ദേഹത്തെ 48 മണിക്കൂറോളം അങ്ങനെ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഇരുത്തുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.